ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, നാളെ നടക്കാൻ പോകുന്ന +1 അക്കൗണ്ടൻസിയുടെ ഫൈനൽ എക്സാമിനേഷനിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന തിയറി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ ഇന്ന് വന്നുള്ളത്. നിങ്ങളുടെ 60 മാർക്സ് 60 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾക്ക് വരിക. ഈ 60 മാർക്കിൽ ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഇപ്പോൾ 1 മാർക്കിൻ്റെതായാലും 2 മാർക്കിൻ്റെതായാലും ഈവൻ 6 മാർക്കിൻ്റെ എസ് എ ക്വസ്റ്റ്യൻസ് വരെ എന്ത് ചെയ്യും നിങ്ങൾക്ക് ഓർ എക്സ്ട്രാ പഠിക്കാനുണ്ട്, എക്സ്ട്രാ ചെയ്യാനുണ്ടാകും. അഥവാ 6 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യൻ ഉണ്ടാകും. അതിൽ 2 മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. സോ അങ്ങനെയാണെങ്കിൽ ടോട്ടലി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഈ 60 മാർക്കിലെ ഓൾമോസ്റ്റ് 40%-ലധികം 40%-ലധികം നിങ്ങൾക്ക് തിയറി ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്യാം. അക്കൗണ്ടൻസി ഒരു പ്രോബ്ലം പേപ്പറാണ്. എന്നിരുന്നാൽ പോലും ചില കുട്ടികൾക്ക് പ്രോബ്ലം സാറേ എനിക്ക് പറ്റുന്നില്ല, ഞാൻ കൊമേഴ്സ് ഇഷ്ടമുണ്ട് അതുകൊണ്ട് എടുത്തതാണ്, അല്ലെങ്കിൽ ഞാൻ ഈ കൊമേഴ്സിൽ പെട്ടുപോയതാണ്, എങ്ങനെയെങ്കിലും ഒന്ന് പാസ് ആവണം. അങ്ങനത്തെ കുട്ടികൾക്കാണ് ഈ ഒരു വീഡിയോ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് തിയറിറ്റിക്കലി മാത്രം സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ എന്ത് ചെയ്യുന്നത്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പ്രോബ്ലംസ് മാത്രം പറയുന്നത്. നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. മോർ ഓവർ നാളെ അഥവാ നിങ്ങളുടെ നാളത്തെ അക്കൗണ്ടൻസി എക്സാമിന് അന്ന് രാവിലെ ലൈവ് കൊടുക്കുന്നുണ്ട്. ഇന്ന് രാത്രി ലൈവ് ഇല്ല, കാരണം ഇന്ത്യയുടെ ഫൈനലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മിക്കവാറും കുട്ടികൾക്ക് കളി കാണും. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഏകദേശം 10ഓളം വീഡിയോസ് നമ്മുടെ ചാനലിൽ നമ്മൾ എന്ത് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോസ് കാണാൻ ഇന്ന് അഥവാ നിങ്ങളുടെ ഗ്യാപ്പ് ടൈമിൽ. ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന ആൾക്കാരുണ്ടാകും. സോ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി നമ്മൾ വീഡിയോ ചെയ്തിട്ട് മോർ ഓവർ എല്ലാവർക്കും വേണ്ടി നാളെ എക്സാമിൻ്റെ അന്ന് രാവിലെ 7:30 ലൈവ് ഉണ്ട്. ആരും മറക്കണ്ട, ഫ്രണ്ട്സിനെ കൂട്ടി എന്ത് ചെയ്യണം, ലൈവിലേക്ക് വരാം. ഫസ്റ്റ് നിങ്ങൾക്കറിയാലോ, ആദ്യത്തെ ചാപ്റ്റർ തിയറിയാണ്, രണ്ടാമത്തെ ചാപ്റ്ററും തിയറാണ്. ആ രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്നും ഡബിൾ എൻട്രി സിസ്റ്റം എന്നാൽ എന്താണെന്ന് ചോദിക്കും. അഥവാ ഡുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് എന്താ മക്കളെ, ഡുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് അല്ലെങ്കിൽ ഡബിൾ എൻട്രി കൺസെപ്റ്റ്. ഈ ഒരു ആസ്പെക്ട് പ്രകാരം എന്താ, ഈ ഡുവൽ ആസ്പെക്ട് പ്രകാരമാണ് നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്നതെങ്കിൽ അതിനാണ് എന്ത് പറയുന്നത്, ഡബിൾ എൻട്രി സിസ്റ്റം. ഇതിന് മറ്റൊരു പേരും കൂടി എന്താണ്, അക്കൗണ്ടിങ്ങിലെ ഒരു ട്രാൻസാക്ഷൻ്റെ എല്ലാ എഫക്റ്റും അഥവാ ഓൾ എഫക്ട്സ് ആർ റെക്കോർഡിങ്, എല്ലാ എഫക്റ്റും റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ അതിന് 2 എഫക്റ്റ് മിനിമം ഉണ്ടാവും. ഒന്ന് കൊടുക്കുന്നു, ഒന്ന് വാങ്ങുന്നു, അല്ലേ? ആ 2 എഫക്റ്റും ഡുവൽ എഫക്റ്റ് അഥവാ ഓൾ എഫക്റ്റ് എന്നാണ് പറയാം. ഡുവൽ എന്ന് പറയുമ്പോൾ പകരം ഓൾ എഫക്റ്റ്, എല്ലാ എഫക്റ്റും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു മെത്തേഡ് ഓഫ് റെക്കോർഡിങ്ങിനാണ് എന്ത് പറയുന്നത്, ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയാം. അപ്പോൾ ഈ 2 എഫക്റ്റും അല്ലെങ്കിൽ എല്ലാ എഫക്റ്റും റെക്കോർഡ് ചെയ്യുന്നില്ല, നമുക്ക് ആവശ്യമുള്ള എഫക്റ്റുകൾ മാത്രം റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനാണ് എന്ത് പറയുന്നത്, സിംഗിൾ എൻട്രി സിസ്റ്റം. അപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റം ആൻഡ് ഡബിൾ എൻട്രി സിസ്റ്റം ഉണ്ട്. ഇത് മിക്കവാറും എക്സാമിന് ചോദിക്കും. നെക്സ്റ്റ്, ഇതേ ചാപ്റ്ററിൽ തന്നെ നമുക്ക് 13 ബേസിക് കൺസെപ്റ്റ്സ് പഠിക്കുന്നുണ്ട്. ആ 13 എണ്ണത്തിലെ 4 വളരെ ഇമ്പോർട്ടൻ്റ്. ഒന്നാമത്തത് ഡുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്, അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. എല്ലാ ട്രാൻസാക്ഷൻസിനും 2 എഫക്റ്റ് ഉണ്ടാകും. ഈ എഫക്റ്റ് ഒന്ന് എന്തായിരിക്കും, ഡെബിറ്റ് ആയിരിക്കും, രണ്ടാമത്തത് ക്രെഡിറ്റ് ആയിരിക്കും. ഈ 2 ആസ്പെക്ട് എന്ത് ചെയ്തിരിക്കണം, റെക്കോർഡ് ചെയ്യണം. അതാണ് ഡുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് പറയുന്നത്. രണ്ടാമത്തത്, ഈ പേരിന് ഈ ഒരു കൺസെപ്റ്റിന് പല പേരുണ്ട്. ഡബിൾ എൻട്രി കോൺസെപ്റ്റ്, ബാലൻസ് ഷീറ്റ് കോൺസെപ്റ്റ്, അക്കൗണ്ടിങ് ഇക്വേഷൻ കൺസെപ്റ്റ്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്, ബിസിനസ്സിൻ്റെ ഓണർ വേറെയാണ്, അതുപോലെ തന്നെ ബിസിനസ് വേറെയാണ്. അഥവാ ബിസിനസ് ഹാസ് എ സെപ്പറേറ്റ് എക്സിസ്റ്റൻസ്, ഓണറിൽ നിന്നും വ്യത്യസ്തമായി സെപ്പറേറ്റ്, ഓണർ വേറെയാണ്, ബിസിനസ് വേറെ. അങ്ങനെ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ ബിസിനസ്സിനെ കാണണം. അതുകൊണ്ട് ഓണർ ബിസിനസ്സിലേക്ക് എന്തെങ്കിലും കൊണ്ടുവന്നാൽ അത് നമ്മൾ ക്രെഡിറ്റ് അഥവാ ലയബിലിറ്റി, ക്രെഡിറ്റർ ആയിട്ട് അല്ലെങ്കിൽ ലയബിലിറ്റി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഓണർ ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാപിറ്റലും വിഡ്രോവൽസ് ഡ്രോയിങ്സ് ആയിട്ട് ബുക്സിൽ എന്ത് ചെയ്തിരിക്കണം, റെക്കോർഡ് ചെയ്തിരിക്കണം. ഇതിന് പുറമേ നമുക്ക് 2 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നെന്താ മക്കളെ, ഒന്ന് മണി മെഷർമെൻറ്റ്. എന്താ മക്കളെ, മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്. എല്ലാ ട്രാൻസാക്ഷൻസും മണി വാല്യൂ അഥവാ പണത്തിൻ്റെ മൂല്യത്തിൽ മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ഒരാളുടെ ബിഹേവിയർ, ഒരാളുടെ കഴിവുകളൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ബുക്സിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അയാൾക്ക് കൊടുക്കുന്ന സാലറി കൊടുക്കാൻ പറ്റും, പർച്ചേസ്, സെയിൽ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്പേഴ്സിൽ മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ലാസ്റ്റ് വൺ എന്താ മക്കളെ, കൺസർവേറ്റിസം. എന്താ മക്കളെ, കൺസർവേറ്റിസം അല്ലെങ്കിൽ പ്രുഡൻസ്, രണ്ടും ഒരു പേരാ, രണ്ടും ഒന്ന് തന്നെ. കൺസർവേറ്റിസം അല്ലെങ്കിൽ പ്രുഡൻസ് കോൺസെപ്റ്റ്. ഒരു പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ലോസ് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തിരിക്കണം, റെക്കോർഡ് ചെയ്യണം. ലോസ് റെക്കോർഡ് ചെയ്യണം, എന്ത് ചെയ്യരുത്, പ്രോഫിറ്റ് അത് നടക്കാണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, റെക്കോർഡ് ചെയ്യാൻ പാടില്ല. ക്ലിയർ അല്ലേ? ഈ 4 കൺസെപ്റ്റ് പഠിച്ചു വെച്ചോ. അല്ല സാറേ ഈ 13 4 പഠിച്ചു വെച്ചാൽ മതിയോ? അല്ല, നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന 4 ഇതാണ്. ഇതിന് പുറമേ നിങ്ങൾ പഠിക്കേണ്ട ഒരു 2 കൂടി ഞാൻ പറഞ്ഞ. ഒന്നെന്താ മക്കളെ, ഗോയിങ് കൺസേൺ. എന്താ മക്കളെ, ഗോയിങ് കൺസേൺ അഥവാ ബാലൻസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാനുള്ള കാരണം ഈ ഗോയിങ് കൺസേൺ ആണ്. അതിന് പുറമേ ഗോയിങ് കൺസേൺ കൺസെപ്റ്റിന് പുറമേ കൺസിസ്റ്റൻസി, എന്താ മക്കളെ, കൺസിസ്റ്റൻസി കൺസെപ്റ്റും കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു വെക്കുക. സോ ഈ 6 ആദ്യം ഈ 4 പഠിക്കുക, എന്നിട്ട് സമയം ഉണ്ടെങ്കിൽ മാത്രം അവസാനത്തെ 2 കൂടി പഠിച്ചു വെച്ചാൽ മതി. വാട്ട് ഈസ് ട്രയൽ ബാലൻസ്? എന്താ മക്കളെ ട്രയൽ ബാലൻസ്? ട്രയൽ ബാലൻസ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ്. അതൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. എന്ത് സ്റ്റേറ്റ്മെൻറ്റാണ്? ഈ സ്റ്റേറ്റ്മെൻറ്റിൽ എല്ലാ ലെഡ്ജർ, എന്താ മക്കളെ,
ഓൾ ലെഡ്ജേഴ്സിൻ്റെ ബാലൻസ് കാണിക്കും. എന്താണ്? എല്ലാ ലെഡ്ജറിൻ്റെയും ബാലൻസ് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിന് പറയുന്ന പേരാണ് ട്രയൽ ബാലൻസ്. എന്തിനാണ് ഈ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്? ടു അസർട്ടൈൻ ദ അരിത്തമെറ്റിക്കൽ, എന്താ മക്കളെ? അരിത്തമെറ്റിക്കൽ അക്യൂറസി. എന്താണ്? ലെഡ്ജർ അക്കൗണ്ട്സിൻ്റെ അരിത്മെറ്റിക്കൽ അക്യൂറസി കാണാൻ വേണ്ടിയിട്ടാണ്, അത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി എന്താ ഈ അരിത്മെറ്റിക്കൽ അക്യൂറൻസി മാത്രമല്ല, 3 ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഒന്നാമത്തെ എന്താണ്? ലെഡ്ജർ അക്കൗണ്ട്സിന്റെ അരിത്മെറ്റിക്കൽ അക്യൂറൻസി കാണാന്നുള്ളതാണ്. 2 ലൊക്കേറ്റ് അല്ലെങ്കിൽ ഫൈൻഡ് എറർ, എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ. ഇപ്പം അരിത്മെറ്റിക്കൽ അക്യൂറൻസി നമ്മൾ കാണാം, അഥവാ ശരിയാണോ നോക്കണം, അങ്ങനെ ശരിയല്ല എന്ന് കണ്ടെത്താം. അപ്പം ലൊക്കേറ്റ് എറേഴ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? കണ്ടെത്താൻ പറ്റും. മൂന്നാമത്തത് എന്താണ്? ഈ ഒരു ട്രയൽ ബാലൻസ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക. നിങ്ങളുടെ 6 മാർക്കിൻ്റെ വലിയൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. എന്താ വലിയ ക്വസ്റ്റ്യൻ? പ്രിപ്പയർ ട്രേഡിംഗ് അക്കൗണ്ട്, P&L അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് അല്ലേ? അതിന് ആ ക്വസ്റ്റ്യൻ എന്താ തരിക? നിങ്ങൾക്ക് ട്രയൽ ബാലൻസ് അല്ലേ തരിക. സോ ആ ട്രയൽ ബാലൻസ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കോസസ് ഓഫ് BRS? ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വ്യത്യസ്ത കാരണങ്ങൾ. എന്തുകൊണ്ടാണ് BRSലെ ക്യാഷ് ബുക്കും അതുപോലെ തന്നെ പാസ്ബുക്കിൻ്റെയും ബാലൻസ് വ്യത്യാസം വരും? ആ ഡിഫറൻസിൻ്റെ കാരണങ്ങൾ എന്തൊക്കെ ഒന്ന് നോക്കണം. ഒന്ന്, ചെക്ക് ഇഷ്യൂഡ് നോട്ട് പ്രസൻറ്റഡ്. നെക്സ്റ്റ്, ചെക്ക് ഡെപ്പോസിറ്റഡ് നോട്ട് കളക്റ്റഡ്. ഇത് രണ്ടും അതേപോലെ കാണാതെ പഠിച്ചേക്കുക. ഇനി സാർ ഇത് വായിച്ച് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. സോ നിങ്ങൾക്കായിട്ട് ഞാനൊരു 2 കാര്യം പറഞ്ഞുതരാം. ഇത് രണ്ടെണ്ണം വളരെ ഈസിയാണ്. എന്താ? ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ് ക്രെഡിറ്റഡ്. ഇത് ഈസി അല്ലേ? ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ് ക്രെഡിറ്റഡ്, ഇൻട്രസ്റ്റ് ഓർ ചാർജസ് ഡെബിറ്റഡ്. ഈ 2 കാണാൻ പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. ഇത് പഠിച്ചു വെച്ചാൽ മതി. അറ്റ്ലീസ്റ്റ് 2 പഠിച്ചു വെച്ചാൽ 2 മാർക്കായില്ലേ? 3 മാർക്കിനാണ് ജനറലി ഈ ഒരു ചോദ്യം ചോദിക്കുക. അപ്പോൾ ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ് ക്രെഡിറ്റഡ്, ഇൻട്രസ്റ്റ് ആൻഡ് ചാർജസ് ഡെബിറ്റഡ്. ഇനി ഇതിന് പുറമെ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാര്യം നിങ്ങൾക്ക് കൊടുക്കാം. ചെക്ക് അല്ലെങ്കിൽ ബിൽ ക്യാൻസൽഡ്, ചെക്ക് ഓർ ബില്ല് ക്യാൻസൽഡ്. ഇത് അപ്പോൾ ഈ 3 പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. അതിന് പുറമെ നിങ്ങൾ എക്സ്ട്രാ ഈ 2 കൂടി പഠിച്ചു വെച്ചോ. ഇനിയും വേറെ എക്സ്ട്രാ 2 ഉണ്ട്. 5 മാക്സിമം പഠിച്ചു വെച്ചാൽ മതി. 5 പഠിച്ചു വെക്കുന്നതിനാ മാക്സിമം 4 ചോദിക്കുകയുള്ളൂ. എന്നാലും കൂടുതൽ പോയിന്റ്സുകൾ എഴുതാൻ വേണ്ടിയിട്ടാണ്. ക്യാഷ് ബേസിസും അക്രൂവൽ ബേസിസും നമ്മൾ വ്യത്യാസം ഉണ്ടാവും. ക്യാഷ് വരികയോ ക്യാഷ് പോവുകയോ, ക്യാഷിൻ്റെ പേയ്മെൻറ്റോ റെസിപ്റ്റോ ഉണ്ടെങ്കിൽ മാത്രമേ റെക്കോർഡ് ചെയ്യുകയുള്ളൂ. ഏത് ബേസിസിൽ? ക്യാഷ് ബേസിസിൽ. പക്ഷേ അക്രൂവൽ ബേസിൽ ക്യാഷ് വന്നോ പോയോ എന്നല്ല, ക്യാഷ് ഏൺ ചെയ്തോ പേയ്മെൻറ്റ് ഇൻകർ ചെയ്തോ നോക്കണം. ക്യാഷ് ഏൺ അല്ലെങ്കിൽ പേയ്മെൻറ്റ് ഇൻകർ, ക്യാഷ് ഇൻകേർഡ്, ഈ 2 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുള്ളൂ? റെക്കോർഡ് ചെയ്യുള്ളൂ. ഇത് അക്രൂവൽ ബേസ്. ഈ അക്രൂവൽ ബേസ് ആണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. ക്യാഷ് ബേസ് എന്ത് ചെയ്യുന്നില്ല? ആരും ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നില്ല. മാർസലിംഗ് എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റിൽ, മാർസലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ കുറേ ഐറ്റംസ് അസറ്റും ലയബിലിറ്റിയിൽ, ആ അസറ്റും ലയബിലിറ്റിയും ഒരു ഓർഡറിൽ റെക്കോർഡ് ചെയ്യും. എങ്ങനെയാണ്? ആദ്യം ലിക്വിഡിറ്റി ഓർഡർ, പെർമനൻസ് ഓർഡർ. 2 ഓർഡർ എന്താ? ഒന്ന് ലിക്വിഡിറ്റി, രണ്ടാമത്തത് പെർമനൻസ് ഓർഡർ. പിന്നെ നിങ്ങൾ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്താ പറയുക? എന്താണ് മക്കളെ? ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഡയറക്റ്റും ഇൻഡയറക്റ്റ് എക്സ്പെൻസും അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട്, P&L അക്കൗണ്ട് നമ്മൾ വ്യത്യാസം ചിലപ്പോൾ ചോദിക്കും. എന്താ ഡയറക്റ്റും ഇൻഡയറക്റ്റിനും വ്യത്യാസം? എന്താ? ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിലെ പർച്ചേസുമായി ബന്ധപ്പെട്ട എക്സ്പെൻസ്. ഒരു സ്റ്റോക്ക് നമ്മുടെ ബിസിനസ്സിലേക്ക് എത്താൻ വേണ്ടി അല്ലെങ്കിൽ ആ സ്റ്റോക്ക് പ്രൊഡക്ഷൻ അത് സെയിലബിൾ കണ്ടീഷൻ, അത് വിൽക്കാവുന്ന കണ്ടീഷനിലേക്ക് മാറ്റാൻ വരുന്ന എല്ലാ എക്സ്പെൻസും ഡയറക്റ്റാണ്. ആ കണ്ടീഷനിലേക്ക് മാറ്റിയതിന് ശേഷം വരുന്ന എല്ലാ എക്സ്പെൻസും എന്താണ്? ഇൻഡയറക്റ്റ് ആണ്. ഡയറക്റ്റ് എക്സ്പെൻസ് ട്രേഡിംഗ് അക്കൗണ്ടിലാണ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് P&L അക്കൗണ്ടിലാണ് എന്ത് ചെയ്യുക? റെക്കോർഡ് ചെയ്യുക. അപ്പോൾ 2 രീതിയിലും ചോദിക്കാം. ട്രേഡിങ്ങിൻ്റെയും P&L വ്യത്യാസം ചോദിക്കാം, ഡയറക്റ്റ് എക്സ്പെൻസിൻ്റെയും ഇൻഡയറക്റ്റ് എക്സ്പെൻസിൻ്റെയും വ്യത്യാസം ചോദിക്കാം. ചിലപ്പം കുറച്ച് ഐറ്റംസ് വരും. എന്നിട്ട് ഇതിൽ ഏതാ ഡയറക്റ്റ് ഏതൊക്കെ ഇൻഡയറക്റ്റ് അങ്ങനെയും ചോദിക്കും. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡും റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിനും ഡിഫറൻസ് എന്താ? SLM അതുപോലെ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. ഇതിലെന്തായിരിക്കും? ഡിപ്രിസിയേഷൻ കോൺസ്റ്റന്റ് അഥവാ ഫിക്സഡ് ആയിരിക്കും. അപ്പോൾ എന്താണ്? കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഫിക്സഡ് ആയിരിക്കും. ഇവിടെ എന്താണ്? ഡിപ്രിസിയേഷൻ എന്ത് ചെയ്യും? ഡിക്രീസ്, അതിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. ഓരോ വർഷവും ഡിപ്രിസിയേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഇൻകം ടാക്സ് അഥവാ IT ഇൻകം ടാക്സ് എന്ത് ചെയ്യുന്നില്ല? അംഗീകരിക്കുന്നില്ല. ഇവിടെ ഇൻകം ടാക്സ് എന്ത് ചെയ്യുന്നുണ്ട്? അംഗീകരിക്കുന്നുണ്ട്. നെക്സ്റ്റ്, സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഇതിൻ്റെ ഒറിജിനൽ, ഒരു അസറ്റിൻ്റെ ഒറിജിനൽ ആക്ച്വൽ കോസ്റ്റ് എന്താണോ ആ വാല്യൂയിലാണ് എന്ത് ചെയ്യുന്നത്? കാണുന്നത്. പക്ഷേ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ ബുക്ക് വാല്യൂ, ഇപ്പോൾ ബുക്സിൽ എത്രയാണോ അതിൻ്റെ വാല്യൂ ഉള്ളത് ആ വാല്യൂയിലാണ് കാണുന്നത്. ക്ലിയർ അല്ലേ? ഇനി സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജുകൾ ചോദിക്കും. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജ്, ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്താ? ഇത് ഇൻകം ടാക്സ്
അപ്രൂവ് ചെയ്യുന്നുണ്ട്. അതാണ് സോറി, ഇത് ഇൻകം ടാക്സ് ചെയ്യുന്നില്ല, അപ്രൂവ് ചെയ്യുന്നില്ല. സോറി, റിട്ടേൺ ഓൺ വാല്യൂ മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജ് എന്താ? ഇൻകം ടാക്സ് അപ്രൂവ് ചെയ്യുന്നുണ്ട്. ദെൻ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഇവിടെ നമുക്ക് അസറ്റിൻ്റെ വാല്യൂ എന്താ മക്കളെ? അസറ്റിൻ്റെ വാല്യൂ 0 ആക്കാൻ പറ്റും. എന്താ മക്കളെ? 0 ആക്കാൻ വേണ്ടി പറ്റും. അതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. സോ ഓരോന്നിലും അറ്റ്ലീസ്റ്റ് ഒരു അഡ്വാൻറ്റേജെങ്കിലും എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. കാരണം ജസ്റ്റ് ചോദിക്കും. ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, റിസർവ്സിൻ്റെയും പ്രൊവിഷൻസിൻ്റെയും ഡിഫറൻസ്. ഇത് നിങ്ങളുടെ മോഡൽ എക്സാമിനും കഴിഞ്ഞ വർഷത്തെ ഫൈനൽ എക്സാമിന് അടക്കം ചോദിച്ചൊരു ചോദ്യമാണ്. എന്താ മക്കളെ? റിസർവ് ആൻഡ് പ്രൊവിഷൻ. സോ നമ്മൾ ആദ്യം പ്രൊവിഷൻ എഴുതും. എന്താ മക്കളെ? പ്രൊവിഷൻ, റിസർവ്. പിന്നെ ഞാൻ പഠിപ്പിക്കുന്നത് ഓർഡറിലല്ല, നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള കാര്യം ആദ്യം പഠിപ്പിക്കുക. അപ്പോൾ നോക്കി, ഇതിൽ ആദ്യത്തെ ഈസി ആയിട്ടുള്ള കാര്യം തരാം. പ്രൊവിഷൻ ഈസ് എ ചാർജ് ടു പ്രോഫിറ്റ്. ഇതെന്താ മക്കളെ? ഇറ്റ് ഈസ് ആൻ അപ്രോപ്രിയേഷൻ ടു പ്രോഫിറ്റ്, അല്ലെങ്കിൽ ഡിവിഷൻ ഓഫ് പ്രോഫിറ്റ്. ഡിവിഷൻ ഓഫ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണിത് ഈ ഒരു റിസർവ്. നെക്സ്റ്റ്, ഇത് ഡിക്രീസസ് പ്രോഫിറ്റ്. ഇത് പ്രൊവിഷൻ വന്നാൽ, പ്രൊവിഷൻ വരുമ്പോൾ പ്രോഫിറ്റ് കുറയും. പക്ഷെ ഇവിടെ എന്തെയില്ല? ഡിക്രീസ്, ഡസ് നോട്ട് ഡിക്രീസ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് എന്തെയില്ല? കുറയ്ക്കില്ല. ഇത് ഡിക്രീസ് ടാക്സ്. ഇവിടെ എന്തെയില്ല? ടാക്സിന് ഡിക്രീസ് ചെയ്യില്ല. ഇപ്പോൾ തന്നെ വളരെ ഈസി ആയിട്ടുള്ള 3 പോയിന്റാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇനി എന്താ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ? എന്താ? ഒരു ഭാവിയിൽ ഒരു എക്സ്പെൻസോ ഒരു ലോസോ മുൻകൂട്ടി കണ്ട് ആ ലോസിലേക്ക് വേണ്ടി പൈസ മാറ്റി വെക്കുക. റിസർവ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? മാറ്റി വെക്കുന്നതല്ല, നമ്മൾ കിട്ടിയ പ്രോഫിറ്റ്, മറ്റേ പ്രോഫിറ്റ് ഒന്ന് മാറ്റി വെക്കുക. ഇത് കിട്ടിയ പ്രോഫിറ്റ് കിട്ടി, ആ കിട്ടിയ പ്രോഫിറ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ എന്ത് ചെയ്യും? ഭാവിയിലെ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് റിസർവ് ആക്കി മാറ്റി സൂക്ഷിക്കും. അത് റിസർവാണ്. മറ്റേത് ഉറപ്പായിട്ടും പോവും. ഇത് പോകുന്ന കാര്യമല്ല, നമ്മൾ റിസർവ് ആക്കി എടുത്തു വെക്കുന്നതാണ്. നെക്സ്റ്റ്, ഇവിടെ റിസർവ് വന്നാൽ എന്ത് ചെയ്യും? നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്താവും? സ്ട്രോങ് ആവും. പക്ഷേ ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ ആക്ച്വലി എന്താ? ഒരു ഫ്യൂച്ചർ ലോസിലേക്കാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ മാറ്റി വെക്കുന്നത്. അങ്ങനെ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതിലൊരു 3 ആദ്യത്തെ 3 നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഡീലല്ലേ? നെക്സ്റ്റ്, ഫസ്റ്റ് ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് മക്കളെ? ഒന്ന്, അക്കൗണ്ടിങ് ഒബ്ജക്റ്റീവ് എന്താ? ഫോർ അക്കൗണ്ടിങ് റെക്കോർഡ്സുകൾ കീപ്പ് ചെയ്യണം അല്ലേ? അക്കൗണ്ടിങ്ങിൻ്റെ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുക. എന്താ അക്കൗണ്ടിങ് റെക്കോർഡ്സ്? നമ്മുടെ കൈവശം നമ്മുടെ ബിസിനസ്സിലെ മുഴുവൻ ട്രാൻസാക്ഷൻസിൻ്റെയും ഒരു റെക്കോർഡ് കൈവശം ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ എന്താണ്? നമ്മുടെ ബിസിനസ്സിൻ്റെ റിസൾട്ട് മീൻസ് എന്താ? പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അറിയണം. ബിസിനസ്സിൻ്റെ ഫൈനാൻഷ്യൽ എന്താ മക്കളെ? ഫൈനാൻഷ്യൽ പൊസിഷൻ, നമ്മുടെ സാമ്പത്തികമായ അവസ്ഥ നമുക്ക് അറിയണം. അവസാനം ഇനിയും ഒരുപാടുണ്ട്. എന്താ മക്കളെ? ഇൻഫോർമേഷൻ ടു യൂസേഴ്സ്. ഓരോ യൂസർക്ക് എന്ത് ചെയ്യണം? ഇൻഫോർമേഷൻ എത്തിച്ചു. അപ്പം പ്രൊവൈഡ് ഇൻഫോർമേഷൻ ടു യൂസർ. ഈ 4 ജസ്റ്റ് പഠിച്ചു വെക്കുക. അറ്റ്ലീസ്റ്റ് 3 എന്ത് ചെയ്യാറുണ്ട്? എക്സാമിന് ചോദിക്കാറുണ്ട്. അക്കൗണ്ടിങ്ങിന് 4 ക്വാളിറ്റേറ്റീവ് ആയുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താ മക്കളെ? ഒന്ന്, ഫസ്റ്റ് എന്താണ്? റിലയബിലിറ്റി, റെലവൻസ്, അണ്ടർസ്റ്റാൻഡബിലിറ്റി. എന്താ മക്കളെ? അണ്ടർസ്റ്റാൻഡബിലിറ്റി ആൻഡ് കമ്പയറബിലിറ്റി. ക്ലിയർ അല്ലേ? ലാസ്റ്റ്, ജേർണലിലെയും ലെഡ്ജറിൻ്റെ ഡിഫറൻസ് എന്താ? ജേർണൽ ആൻഡ് ലെഡ്ജർ. ഇത് ചിലപ്പോൾ എന്ത് ചെയ്യും? ഒരു വലിയൊരു ക്വസ്റ്റ്യനായി ചോദിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇത് 1 മാർക്ക് 2 മാർക്കിനൊക്കെ എന്ത് ചെയ്യും? ഇത് ചോദിക്കാറുണ്ട്. എന്താ മക്കളെ? ജേർണൽ എന്താ? ജേർണലിലാണ് ആദ്യം ഫസ്റ്റ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുക. ജേർണലിലാണ്. ഇവിടെ എന്ത് ചെയ്യും? ജേർണലിന് എന്ത് ചെയ്യും? ജേർണലിന് ലെഡ്ജറിലേക്ക് ട്രാൻസ്ഫർ ആണ് എന്ത് ചെയ്യുന്നത്? ചെയ്തത്. ഇതിന് ബുക്സ് ഓഫ് പ്രൈമറി എൻട്രി എന്ന് പറയും. ഇത് ബുക്സ് ഓഫ് എന്ത് പറയും? സെക്കൻഡറി എൻട്രി എന്ന് പറയും. ഇതിന് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറയും. ഇതിന് ബുക്സ് ഓഫ് ഫൈനൽ എൻട്രി എന്ന് പറയും. ഇതന്നെ വളരെ ഈസി അല്ലേ? ക്ലിയർ അല്ലേ? ഇവിടെ എങ്ങനെയാണ്? ഇവിടെ ക്രോണോളജിക്കൽ, എന്താണ്? ക്രോണോളജിക്കൽ ഓർഡറിലാണ് റെക്കോർഡ് ചെയ്യുക. ഇവിടെ എന്താ മക്കളെ? അനലിറ്റിക്കൽ ഓർഡറിലാണ് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്. ജേർണലിൽ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നതിന് ജേർണലൈസിങ് എന്ന് പറയും. ഇവിടെ എന്ത് പറയും മക്കളെ? ഇവിടെ പോസ്റ്റിംഗ് എന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഒരു പോയിന്റ്, ഈ ഒരു 15 മിനിറ്റ് പോയിന്റുകൾ, ഈ ഒരു 14 മിനിറ്റിൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങളിത് കണ്ടിട്ട് ഈ നോട്ട്സ് അതുപോലെ എഴുതിയിട്ടൊന്ന് പഠിച്ചു വെച്ച് പോയാൽ എക്സാമിന് ഞാൻ പറഞ്ഞ പോലെ ഓൾമോസ്റ്റ് 40% മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലിയർ അല്ലേ? അപ്പം നന്നായി പഠിക്കുക. ലൈവ് മറക്കുന്ന ഫ്രണ്ട്സിനെ കൂട്ടി ലൈവിലേക്ക് എത്താം മക്കളെ. ഓൾ ദ ബെസ്റ്റ്. സീ യു ഇൻ ദ ലൈവ്.